പിണറായി വിജയന്റെ റെയ്ഡ് നടക്കുമ്പോൾ അതിന് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ആർത്തിരമ്പുമ്പോ ഒരു കാരണവശാലും കോൺഗ്രസ് BJP ഡീലില്ല എന്ന് വിശ്വസിക്കാൻ ഈ നാട്ടിലുള്ളവർ മണ്ടന്മാരല്ല. ഈ നാടിന്റെ രാഷ്ട്രീയ ബോധ്യമുള്ളവർ അത് വിശ്വസിക്കും അങ്ങനെ തന്നെ ഉണ്ട് എന്ന്. കാരണം എന്താ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? BJP CPM ഡീൽ. ഈ ഡീൽ ആരോപണമായിരുന്നു നാഴികയ്ക്ക് 40 വട്ടം രാവും പകലുമില്ലാതെ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശനും കോൺഗ്രസ്സുകാരും മുഴുവനും പറഞ്ഞത് എന്നുള്ളതാണ്. കൃത്യമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം കൃത്യമായി VD സതീശൻ മുഖ്യമന്ത്രി ആയ നിലയിലാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോയതെന്ന് പറയുന്നു. അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം കൃത്യമായി ഇന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത്, ഇന്നലെ വൈകുന്നേരം അർദ്ധരാത്രിയിൽ ഓർഡർ മേടിച്ച് ഇന്ന് രാവിലെ പിണറായിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയാണ് ED എന്നുള്ളത്. അത്രയും വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് കടന്നു പോകുമ്പോ ഈ നാടിന്റെ ആഭ്യന്തരമന്ത്രി പറയുക, ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും, ഒരു തരത്തിലുള്ള ഇന്റിമേഷൻ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. VD സതീശൻ അതിനെതിരെ ഒരു പ്രതികരണം പോലും കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെയാണ് ED മുൻ മുഖ്യമന്ത്രിയായിരുന്ന CPM-ന്റെ സമുന്നതനായ നേതാവായിരിക്കുന്ന, ഇപ്പോൾ ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാളിലെ ED റെയ്ഡിലേക്ക് കടന്നു പോകുമ്പോ ആ നാടിന്റെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു ഇന്റിമേഷൻ കൊടുത്തില്ല എന്നൊരു ആഭ്യന്തരമന്ത്രി വന്ന് നിന്ന് പറയുമ്പോ 100% ഒരു ഡീൽ അല്ലാതെ പിന്നെന്താ നമുക്ക് വിചാരിക്കാൻ കഴിയുക? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് കൃത്യമായി ശരിവെക്കുന്നു. ഒരു സംശയമില്ല. ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകും. പിണറായി തന്നെ എത്ര പ്രാവശ്യം പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ സ്വീകരിക്കാൻ പോവുക, അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുക, അദ്ദേഹത്തോടൊപ്പം ചായ സൽക്കാരത്തിൽ വരിക, അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി മീറ്റ് ചെയ്യുക, ഇതൊക്കെ രാഷ്ട്രീയ മര്യാദകളാണ്. അതിലൊന്നും ഒരു സംശയമില്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് പ്രശ്നമാണ്. ഒരു കാരണവശാലും ഈ നാട്ടിൽ പിണറായി വിജയൻ എന്ന ഒരു നേതാവിനെ ED റെയ്ഡ് വീട്ടിൽ കയറി നടത്തുമ്പോ അത് 6 മണിക്കൂറുകൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അതൊരു ഇന്റിമേഷൻ കേരള പോലീസിന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നിടത്താണ് എന്ത് പറഞ്ഞാലും ഇതിനെ തള്ളിക്കളഞ്ഞേക്കണം, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്നിവർ പിന്നാമ്പുറത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹിഡൻ അജണ്ട പുറത്തു വരുന്നത് എന്നുള്ളതാണ്. V മുരളീധരനെ പോലെയുള്ളവർ വന്നിട്ട് പറയാ, ഇപ്പോ BJP-യുടെ നേതാവ്, ഇപ്പോഴത്തെ MLA, ഞങ്ങൾ ED റെയ്ഡ് അങ്ങോട്ട് നടത്തിക്കോ എന്ന് പറയുമ്പോ പോയി നടത്താനുള്ളവരല്ല ED. 2, പ്രധാനമന്ത്രിക്ക് വേറെ പണിയില്ലേ CPM-നെ പൂട്ടാനെന്ന്? പിണറായി വിജയനെതിരെ കൃത്യമായി മോദിയുടെ ഒരു കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ശത്രുക്കളെ തറപറ്റിക്കാൻ ഏതറ്റം വരെയും പോയി ഏത് തറപ്പണിയും കാണിക്കുന്നവരാണ് BJP-യും BJP-യുടെ കേന്ദ്ര ദേശീയ നേതൃത്വത്തിലുള്ളവരും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് V മുരളീധരൻ പറയുന്ന ഇത്തരം ജൽപ്പനങ്ങളെ തള്ളിക്കളയുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പിണറായി വിജയൻ വലിയ രീതിയിൽ പാർട്ടിയിൽ കോർണർ ചെയ്യപ്പെട്ടു. ഒരു രീതിയിലും അദ്ദേഹത്തെ പാർട്ടിക്കാർ തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്ത് ഇന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ രാഷ്ട്രീയ പകലിൽ ആബാലവൃദ്ധം ജനങ്ങൾ പിണറായിയിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എറണാകുളത്തും തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിലെ വീടിന് മുന്നിലുമൊക്കെ ആളുകൾ തടിച്ചു കൂടുകയാണ്. പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരല്ലാത്തവരുമെല്ലാം പിണറായി വിജയനെതിരെയുള്ള ഈ കടന്നാക്രമണം അവസാനിപ്പിക്കേണ്ട സമയം കടന്നു കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം ജനങ്ങൾക്ക് ഒത്തുകൂടുക എന്നുള്ളതാണ്. പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് കൃത്യമായി മാറി നിൽക്കേണ്ട സമയം എത്തി എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിക്കുള്ള അവസരം കൂടിയായി ഇന്നത്തെ ഈ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം എന്ന് പറയാതെ വയ്യ.